ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാൻ ചെയ്യുമോ മാം എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. RRB എക്സാംസിന് എല്ലാം ഞാൻ മുന്നേയും ഈ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരായിരിക്കും, ആ ഒരു വീഡിയോ കാണാത്തവരായിരിക്കും എന്നോട് പിന്നെയും ചോദിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. RRBയുടെ സിലബസ് എന്ന് പറയുന്നത് എല്ലാ എക്സാംസിനും സെയിം ആണ്. ഞാൻ പറയുന്നത് ജനറൽ ആയിട്ടുള്ള എക്സാംസിന്റെ കാര്യമാണ്, ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ കാര്യമാണ്. അതല്ലാണ്ട് എഞ്ചിനീയറിംഗിന്റെ അത് ഡിഫറെന്റ് ആണ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ഡിഫറെന്റ് ആണ്. ഇപ്പം നമ്മൾ ടീച്ചിങ്, റെയിൽവേ സ്കൂൾസിലെ ടീച്ചർ പോസ്റ്റിന് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ കോർ സബ്ജക്റ്റ് ഡിഫറെന്റ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് വരണ മാത്സ്, റീസണിങ്, GK, സയൻസ്, കറണ്ട് അഫയേഴ്സ്, ഈ 5 ടോപ്പിക്കും RRB SSC എക്സാംസിന് എല്ലാം തന്നെ വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് തന്നെ ഈ പറയുന്ന എല്ലാ എക്സാംസിനും പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ NTPCയുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു NTPCയുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത് കൊണ്ട് ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചിലർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും അല്ലേ. കാരണം നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കണ്ടന്റുകൾ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് പഠിച്ചതൊരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ എന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അതൊരിക്കലും അവരുടെ കുഴപ്പമൊന്നും അല്ല കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഞാൻ ആലോചിച്ചു, ഓക്കെ ഫൈൻ, നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ഡിയുടെയും ഒരു സ്റ്റഡി പ്ലാൻ ഇടാം. ഏത് സ്റ്റഡി പ്ലാൻ ഇട്ടാലും ഏത് റിവിഷൻ ചെയ്താലും നമുക്ക് യൂസ്ഫുൾ, എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ്. അപ്പൊ പിന്നെ നമ്മൾ കൂടുതലായിട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകിച്ച് ദോഷമൊന്നും നമുക്ക് ഉണ്ടാക്കാനും പോണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാൻ റിവിഷൻ സീരീസ് കൂടെ ഇപ്പൊ NTPCയുടെ റിവിഷൻ സീരീസ് ചെയ്യുന്നത് പോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെയും ചെയ്യാം എന്ന് നമ്മളിപ്പം ആലോചിക്കുന്നുണ്ട്. അപ്പം അതിനകത്താണെങ്കിലും നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് GK, സയൻസ് ഇൻ ദ സെൻസ് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും. GKയിലാണെങ്കിൽ എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, സ്റ്റാറ്റിക്, GK, പൊളൈറ്റി, ഈ ഒരു 5 സബ്ജക്ട്സ് GK ഇൻക്ലൂഡ് ചെയ്തിട്ടും സയൻസിലെ 3 സബ്ജക്റ്റും പിന്നെ വരുന്ന മാത്സ്, റീസണിങ്. അപ്പൊ റീസണിങ് വീക്ക്ലി വൺസ് ആയിരിക്കും നമുക്ക് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടാവുക റിവിഷൻ സീരീസിനകത്ത്. പിന്നെ അതുപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫിസിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ബയോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ സ്റ്റഡി പ്ലാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, എന്നായിരിക്കും ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണത് എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾ എന്തായാലും വരുന്ന നമ്മുടെ അപ്ഡേഷൻസ് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുക. അധികം ലേറ്റ് ആവാണ്ട് തന്നെ നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാനും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെ നിങ്ങൾ നമുക്ക് തന്നിരുന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടേക്കും ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാനിനും കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്ത റിവിഷൻ സീരീസ് നല്ല രീതിയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് മനസ്സിലായത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് സ്റ്റഡി പ്ലാനിന്റെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.